എന്താടാ ഇത്? ഒന്നുമില്ല. കോഴി കോഴി ഇത് ഞമ്മക്കൊരാൾ തന്നതാ. ഓ പടച്ചോനാണ് സത്യം, ഇത് തന്നതാ. പടച്ചോനും കോഴിക്കും എന്തുവാടാ ഒരു ചവിട്ടിയാൻ തന്നാലുണ്ടല്ലോ നാക്കെടുത്ത കള്ളാ പറയത്തുള്ളൂ നമുക്ക്. എടാ നീ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയില്ലേ കള്ളസാക്ഷി പറയാൻ? നീ ഇങ്ങനെ നുണ പറഞ്ഞ് ഒരു ദിവസം ആപ്പിലാവും. അപ്പൊ പിന്നെ അംസക്ക കിംസക്ക എന്നും പറഞ്ഞ് വന്നാലുണ്ടല്ലോ അതിന്റെ മോന്തയുടെ ഷേപ്പ് നമ്മൾ മാറ്റും. എടാ കോയിന്റെ മോനെ, ഇന്ന് നമ്മൾ അതിന്റെ ഷേപ്പ് മാറ്റും. കോയി കോയി ഇട്ടത് എങ്ങോട്ടാ തനിച്ച്? ഒന്നും പറയണ്ട ബിരാനെ, മോന് പനിച്ചിട്ട് വയ്യ, ആശുപത്രിയിലേക്കാ. ഹലോ, കനലിന്റെ ശേലക്കാ ചൂട്. ആ ബിരാനെ, ഇനി നിന്നോട് വരുമോ? അതിനെന്താ നിങ്ങൾ നടന്നോളി. ആ ഒരു ഉപകാരം ചെയ്യണം. ആശുപത്രി ചെന്ന് ഡോക്ടറോട് കാണാവണ വർത്താനൊന്നും പറയണ്ട. മോന്റെ പനിയെ പറ്റി നമ്മൾ പറഞ്ഞോളാം. നമ്മൾ നുണ പറയുന്നത് വിചാരിച്ചിട്ടാ? അതെ, നമ്മളൊന്നും പറയില്ല, നിങ്ങൾ വരി. മോന്റെ സ്ഥിതി ഇപ്പൊ എന്താന്ന് വെച്ചാല് രാവും പകലും ഇല്ലാതെ വായിന്നും പോവാണ് വയറ്റിന്നും പോവാണ്. അതിന്റെ കൂടെ ഹലാക്കിന്റെ ഒരു പനിയും. പനിന്ന് വെച്ചാലാ ഇപ്പൊ ഒരു പനിയുണ്ടല്ലോ, അതിന്റെ മൂത്താപ്പാന്ന് വെച്ചോളി. ഈ പനിക്കിപ്പോ എന്താ കൊടുക്കട്ടെന്ന് വെച്ചാല് എന്നാ നിങ്ങൾ കൊണ്ട് ചോദിച്ചോളി. ഇത് 3 നേരം കൊടുക്കണം. ശരി, വരട്ടെ ഡോക്ടർ. നമ്മളിപ്പോ ഇറ്റത്തെ പുറത്തു നിന്നോട്ടെ. ഇപ്പൊ ഡോക്ടർ സാറേ, നമ്മുടെ ഈ പൂവങ്കോഴി അടുത്ത വീട്ടിലെ പെടക്കോഴിയെ കാണുമ്പോ തിരിഞ്ഞോടുക. അതിനൊരു മരുന്ന്. അതിന് മൃഗാശുപത്രി കൊണ്ട് കൊണ്ടുപോകണം. അല്ലാ, മൃഗങ്ങൾക്ക് ഉണ്ട് ആശുപത്രി. അന്നോട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇവിടെ മുഷപ്പെട്ടാക്കരുതെന്ന്. ഇപ്പത്തെ നുണ പറഞ്ഞതല്ല, സൂക്കേടൊന്ന് കൂട്ടി പറഞ്ഞാലല്ലേ ഡോക്ടർക്ക് ശ്രദ്ധ ഉണ്ടാവൂ. ഓ വാ. നീ ആ ശമ്പളം കൂടുതൽ വേണമെന്ന് പറയുന്നതല്ലേ? നേതാവൊന്നും നോക്കണ്ട, ഇടിച്ച് നട്ടലൊടിച്ചോളയും. ഒന്ന് എളുപ്പത്താ സാറേ, എന്റെ മോൻ ആശുപത്രിയിൽ കിടക്കുക. അവൻ ചാകട്ടടോ. ദേവദോഷം പറഞ്ഞ തലയിൽ ഇടിച്ചു വീഴും. വെള്ളം, അയ്യോ വെള്ളം, ഒരൊറ്റ എണ്ണ അടങ്ങി പോരുത്. വെള്ളം 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 വെള്ളം. ഇവനാര്? മഹാത്മാഗാന്ധി.
കാണിക്കുന്നത്? വിട് വിട് വിട്. താൻ പറഞ്ഞുകൊണ്ട് അവനോട് ജോലി കൊടുത്തത്. ഇന്നും അവനോട് ജോലിയില്ല. രാജു നീ എന്താ ഈ കാണിച്ചത്? ഞാൻ കാണിച്ചതാണോ തെറ്റ്? ആ കിഴവൻ പിടഞ്ഞു ഭരിക്കുന്ന മൂപ്പൻ കണ്ടല്ലേ? ഇവിടെ അങ്ങനെ പലതും നടക്കും. അതൊന്നും കണ്ടു നിൽക്കാൻ എല്ലാവരും കൊണ്ടുപോവില്ല. നമ്മളിവിടെ ജീവിക്കാമെന്നതാ. ഇവിടുത്തെ ഏജന്റുമാരുടെ വഴക്കിട്ട് നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെ ജീവിക്കുന്നത് എന്തിനാ മൂപ്പ? നിനക്കിപ്പോ പറഞ്ഞൊന്നും മനസ്സിലാവില്ല. നീ ഇങ്ങോട്ട് വാ. പക്ഷെ ജോലി പോയെങ്കിലും അവൻ ആണത്തുള്ളവൻ. അല്ലെങ്കിൽ പിന്നെ ഏജന്റുമാരെ തല്ലാനുള്ള തന്റെ ഇടം ഉണ്ടാവുമോ? തന്റെ ഉള്ളവരെ കൊണ്ടൊന്നും അവിടെ ജീവിക്കാനൊക്കില്ല. ഒക്കെ തന്തയ്ക്ക് എനിക്കാത്തവന്മാരാ. അപ്പൊ അച്ഛനോ? ഒരു വീക്കാൻ വെച്ചെന്നുണ്ടല്ലോ അസത്ത്. അസംബന്ധം പറയുന്നു. അച്ഛൻ ഇതൊക്കെ സഹിച്ച് ജീവിക്കുന്നത് നിന്നെ ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാ. ആ രാജു അല്ലേ വരുന്നത്? വാവനെ നിനക്ക് 100 ആയുസ. ഇപ്പൊ പറഞ്ഞല്ലോ നിന്റെ കാര്യം. മോളെ തുളച്ചി രാജുവിന് ചോറ് വിളമ്പ്. ഞാൻ ഉണ്ടിട്ടാ വരുന്നത്. എപ്പോ വന്നാലും രാജേട്ട് എങ്ങനെയാ? വിശപ്പുള്ളപ്പം വാങ്ങിച്ച് കഴിച്ചോളാം. രാജുവിനെ തിരിച്ചെടുപ്പിക്കാൻ വേണ്ടിയിട്ട് 2-3 ദിവസമായിട്ട് ഞാൻ അവരുടെ കാല് പിടിക്കുക. വേണ്ട മൂപ്പ, ഞാനവിടെ വന്നാൽ ഇനിയും കുഴപ്പമുണ്ടാവും. അപ്പോ അനിയനെ കോളേജിൽ ചേർത്തിട്ട് ജോലിയില്ലാതെ നടന്നാൽ എങ്ങനെയാ? ആ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണം. അമ്പലത്തിലെ പാൽപ്പായസ ഇന്നെന്താ വിശേഷം? ഇവക്കൊരു പശുവുണ്ട്. ആ പശു പ്രസവിച്ചാൽ ആദ്യത്തെ പാല് കൊണ്ട് അമ്പലത്തിൽ പാൽപ്പായസം കഴിച്ചോളാന്ന് നേർച്ചയുണ്ട്. അതാ. രാജുവിന്റെ കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. ഓ സാരമില്ല മൂപ്പ, എല്ലാം ശരിയാവും. പിന്നെ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും മൂപ്പൻ എന്നോട് കാണിക്കുന്ന സ്നേഹം കൊണ്ട് വല്ലപ്പോഴും ഞാൻ കാണാൻ വരുന്നു. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ആ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തെങ്കിലും അത്യാവശ്യ കാര്യം വന്നാൽ എന്നെ അറിയിക്കാൻ മടിക്കണ്ട. ആട്ടെ. എനിക്ക് പണിക്ക് കയറാൻ നേരായി. ഞാൻ വരുന്നു മൂപ്പ. ഞാൻ ഇറങ്ങാം. വരട്ടെ തുളസി. ഞാൻ പറഞ്ഞ എല്ലാം ഓർമ്മയുണ്ടല്ലോ. പിന്നെ കാണാം. ഞാൻ വരട്ടെ. രാജുട്ടാ, രാജുട്ടാ, എന്താടാ? എനിക്ക് പറ്റിയ ഒരു കൂട്ടിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തിനാ കള്ളസാക്ഷി പറയണം? അയ്യോ ആ പണിയൊക്കെ ഞാൻ നിർത്തിയില്ലേ. ഇപ്പോ ഇരട്ടിപ്പിക്കലാ. രാജേട്ടൻ എന്നോട് വാ, പൊരിഞ്ഞ ഗുസ്തിയും കാണാം, കയ്യിലുള്ള കാശ് ഇരട്ടിപ്പിച്ചൊന്നും പോരാ. അതെങ്ങനെ? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്ന എന്തിനാ? എന്നോട് വന്നാട്ടെ. വാ വാന്നേ. ഇതാണ് ഇരട്ടിപ്പ് സ്ഥലം. ഞാൻ കേട്ടിട്ടുണ്ട്. തട്ടിപ്പ് സ്ഥലം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ശരി. ഞാൻ പോകുന്നു. നിക്ക്, ഒരു തട്ടിപ്പുമില്ല. 2-3 ദിവസമായിട്ട് വാസു നിർത്തനാ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവന്റെ പേരിലാ കെട്ടാൻ പോകുന്നത്. നിങ്ങള് നോയിക്കോ. ഒരു 100 കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. വാസുവിനൊരു 100. ചുവന്ന പാൻറ് കാരനാ വാസു. ഞാൻ പറഞ്ഞില്ലേ. വാസുവിന്റെ പുറത്ത് 12,000 രൂപയുടെ പന്തമുണ്ട്. മറ്റവന്റെ പേരിൽ 1600 ഉള്ളൂ. അതുകൊണ്ട് വാസുവോട് തോൽക്കാൻ പറ. കയ്യിലുള്ള കാര്യം പോയിട്ടില്ലേ? ഇത് ചതിയാണ്, ഇത് ചതിയാണ്. എന്താ എന്താ ഇവിടെ ബഹളം? വാസുവിനെ മലപ്പുറം തോപ്പിച്ച നിങ്ങളെ കണ്ണടിച്ച് കാണിക്കുന്ന ഞാൻ കണ്ടു. നിന്നോട് പോകാനാ പറഞ്ഞു. കാശ് കിട്ടാതെ ഞാൻ പോകില്ല. രൂപ 150 ഞാൻ കെട്ടിവെച്ച. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന മൈക്കിൾ തോൽപ്പിച്ചാൽ വാസുവിന്റെ പുറത്ത് കെട്ടിവെച്ച പണം നിനക്ക് ഇരട്ടിച്ചു. താൻ കയറോ? കയറാം. അണ കയറ്.
ദിവസവും 10,000 രൂപയ്ക്ക് മേൽ വരുമാനമുള്ള ഒരു ബിസിനസ്സാണ്. രാജുവിനെ പോലെ ഒരുത്തൻ ദിവസം എങ്ങനെ ജയിക്കാൻ തുടങ്ങി? അധികം താമസിക്കാതെ അവനെ തോൽപ്പിക്കാൻ പോകുന്ന ഒരാളെ കണ്ടുപിടിക്കുന്നുണ്ട് സാർ. ആര് വേണ്ടെന്ന് പറഞ്ഞു? പക്ഷെ ഒന്ന് മനസ്സിലാക്കി, രാജുവിനെ തോൽപ്പിക്കാൻ ഒരുത്തനെ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം എളുപ്പമല്ല. അതുകൊണ്ട് അവനെ നമ്മുടെ ഭാഗത്ത് കൊണ്ടുവരാൻ ശ്രമിക്കും. എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? ആ, നിനക്ക് ഗുണമുള്ളൊരു കാര്യം പറയാനാണ്. നീ ദിവസം ഇവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ജയിക്കുന്നുണ്ട്. പക്ഷേ നീ കാരണം ഞങ്ങളുടെ ബിസിനസ്സാണ് തരുന്നത്. അതിന് ഞാനെന്ത് വേണം? നിനക്കിപ്പോൾ കിട്ടുന്നത് വെറും 100 രൂപ മാത്രമാണ്. ഞങ്ങൾ വേണമെങ്കിൽ 1000 2000 തരാം. പക്ഷേ ഞങ്ങൾ പറയുന്നത് പോലെ നീ ഫൈറ്റ് ചെയ്യണം. ബുദ്ധിമുട്ടാ. പാവപ്പെട്ട തൊഴിലാളികളെ വഞ്ചിക്കാൻ എനിക്ക് പറ്റില്ല. രജ്യമേ, രജ്യമേ. ആ നത്തിന്യ വാ. ഞാനിപ്പോ രജ്യമൊന്നും അല്ലെന്ന് അറിഞ്ഞൂടെ? ഞമ്മക്ക് എന്നും രജ്യമ തന്നെയാ. അങ്ങനെ വിചാരിക്കുന്നവർ എത്ര പേരുണ്ട്. മനുഷ്യരായിട്ടുള്ളവരൊക്കെ അങ്ങനെ വിചാരിക്കും. എന്താ ഇത്? 27-ാം തീയതി പലഹാരങ്ങളാ, പത്തിരിയും കോഴിയിറച്ചി. ഇവിടെ ഇതൊക്കെ ആര് കഴിക്കാനാ നസീമേ? എനിക്കാണെങ്കിൽ നല്ല സുഖമില്ല. രാജു എപ്പോ വരുമെന്നോ എപ്പോ പോകുമെന്നോ അറിയില്ല. അവർക്കൊക്കെ നമ്മൾ വീട്ടിൽ വിളിച്ചു കൊടുത്തോളാം. ഇത് അമ്മ കഴിക്കണം. നസീമ അകത്തേക്ക് വരൂ. വേണ്ട, അവർ ലോറി പോകാൻ നേരാനും പറഞ്ഞ് നിൽക്കുക. നമ്മൾ പിന്നെ വരാം. എന്നാ നിൽക്ക, ബഹളം നിൽക്കാതെ. ഉറങ്ങിക്ക്. ഇതാ മോന് കൊടുക്ക. എന്നാ നമ്മൾ വരട്ടെ. നസീമ, ഫസ്റ്റ് ക്ലാസ് 2 ചായ കൊണ്ടുവാ. ഇന്നലത്തെ കോഴിയിറച്ചിയും പത്രിയും ഉഗ്രനായിരുന്നു. കണ്ണു പിക്കല്ലേ? പെരുന്നാളിന് വെക്കണ നെയ്ച്ചോറ് മോശമായി പോകും. ഓ, ചതിക്കല്ലേ മോളെ. പെരുന്നാളിന് നീ വെക്കണ നെയ്ച്ചോറ് തിന്നാലും മതിയാവില്ല. നസീമ ഒന്ന് ചിരിച്ചാൽ തന്നെ വയറ് നിറയുന്ന അംസക്ക പറയാറ്. ഇന്ന് നിങ്ങളുടെ പിള്ളേരൊക്കെ ആ രാജുവിനും പഠിപ്പിക്കാം. പഠിച്ചു വരട്ടെ നസീമ, കുഞ്ഞുങ്ങളല്ലേ. ഓയ്, നാണമായോ? അല്ല, സുൽത്താനോടെ പോയി. വടക്കോർത്ത പാണ്ടമായ കിടക്കുന്നുണ്ട്. അതിന്റെ ബാലുമ്മേലാണ് ഇപ്പൊ മൂപ്പരുടെ അഭ്യാസമൊക്കെ. എനിക്ക് ചായ കൊണ്ടുവരാം. ഹലാക്കിന്റെ ഒരു സൈക്കിൾ. അല്ല, എവിടെ വരെ എത്തിപ്പേരാനെ പെരുന്നാളിന്റെ ഒരുക്കമൊക്കെ? ഉഷാറായിട്ട് കിടക്കുന്നുണ്ട്. എടാ തീരാനേ, നീ ഇപ്പോ സൈക്കിൾ മേളർന്നാണോ മോഷണം? ആ രാജു, നാളെ പെരുന്നാളിന്റെ രാവ നമുക്ക് ഭംഗിയായിട്ട് ആഘോഷിക്കണം. അതിനെന്താ, ഞാൻ റെഡി. നിങ്ങൾ ആദ്യമായിട്ടാണ് പെരുന്നാളിന് ഞങ്ങളോടൊപ്പം കൂടുന്നത്. അതുകൊണ്ട് നമുക്കിത് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത പെരുന്നാളാക്കണം. ഏറ്റല്ല? ഏറ്റവും രൂപ പെട്ടെന്ന് നമ്മൾ എവിടെ നിന്ന് ഉണ്ടാക്കും മോനെ? ട്രെയിനിങ് തീരുന്നത് വരെയുള്ള ചെലവിനെല്ലാം കൂടി 3000 രൂപയൊന്നും വേണ്ടേ? അമ്മ പറഞ്ഞിട്ടില്ല ഞാനിത് എഴുതാൻ പോയത്. മറ്റന്നാൾ എത്തേണ്ടതാ. അല്ല, നിന്നെ ഒരു IPS ഓഫീസറായി കാണാൻ ഞാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണ്. ഇവിടത്തെ കാര്യമൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ. നീ ഒരു കാര്യം ചെയ്യും, പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെക്കും. വൈകുന്നേരമല്ലോ ട്രെയിൻ. ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. തുളസി, രാജുവേട്ടനോ? മൂപ്പരെവിടെ? എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. അച്ഛൻ രാവിലെ മുതൽ ഭ്രാന്ത് പിടിച്ച് ഓടിക്കൊണ്ട് നടക്കുക. എന്തിനാ? ഇന്നലെ ഒരു കൂട്ടരിന് പെണ്ണ് കാണാൻ വന്നിരുന്നു. അതിന് ഭ്രാന്ത് പിടിച്ചോടുന്നത് എന്തിനാ? 10,000 രൂപ സ്ത്രീധനം കൊടുത്താൽ ഉടനെ കല്യാണം നടത്താമെന്ന് അവര് പറഞ്ഞു. അച്ഛന്റെ കയ്യിൽ 6000 രൂപയേ ഉള്ളൂ. ബാക്കി കാശുണ്ടാക്കാനാ ഓടുന്നത്. ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ല, ഞാൻ മൂപ്പരെ പിന്നെ വന്ന് കണ്ടോളാം. രാജുവേട്ടാ, എന്താ?
എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന് അച്ഛനോടൊന്ന് പറയണം. രാജുവേട്ടൻ പറഞ്ഞ അച്ഛൻ കേൾക്കും. നിനക്ക് ഈ കല്യാണം ഇഷ്ടമല്ലേ? അല്ല. ഈ വിവരം നീ അച്ഛനോട് പറഞ്ഞില്ലേ? ഇല്ല, രാജുവേട്ടനോട് ചോദിച്ചിട്ട് പറയാന്ന് വെച്ചു. എന്നോട്? അതെ. രാജുവേട്ടൻ വിചാരിച്ചാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആള് തന്നെ എന്നെ കല്യാണം കഴിക്കും. ആരെയാണ് നീ ഇഷ്ടപ്പെടുന്നത്? ഞാൻ വരട്ടെ തുളസി. ഇതാണോ പ്രശ്നം? നാളെ തുളസിക്കുട്ടിയുടെ കല്യാണത്തിന് സ്ത്രീധനം കൊടുക്കാൻ 10,000 രൂപ വേണം. അത്രയല്ലേ ഉള്ളൂ? ഞാൻ പലരെയും കണ്ടു, ഒരു രക്ഷയുമില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എന്തുണ്ട്? 6,000 രൂപയുണ്ട്. അതിലൊരു 4,000 രൂപയായിട്ട് എന്റെ കൂടെ വരും. ഇരട്ടിപ്പിച്ച് 8,000 രൂപയാക്കി തരാം. അതെങ്ങനെയാടാ, ഇന്ന് തന്നെ കിട്ടുമോ? നമ്മുടെ ഇടിക്കളത്തിൽ വന്ന് നിങ്ങൾ ഒരു പന്തായം കെട്ടി. പെണ്ണിനെ കെട്ടിക്കാൻ പറ്റുന്ന കാശത്ത് പന്തയം കെട്ടാൻ കാര്യം അറിയാതെ ചൂടാവരുത് മൂപ്പ. അവിടുത്തെ ഇടിക്കാരിൽ ഇപ്പൊ ഒന്നാമൻ രാജുവാണ്. രാജുവിന്റെ പേര് പണം കെട്ടിയാൽ 1000-ന് 2,000, 2,000-ന് 4,000, 4,000-ന് 8,000, 8,000-ന് 14,000. നേരാണോടാ ഇത്? രാജുവിനെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? വിശ്വാസം. എങ്കിൽ പണമായിട്ട് എന്റെ കൂടെ വന്നോളി, ഇരട്ടിപ്പിച്ചോളി, മോടെ കല്യാണം ഒന്ന് നടത്തിക്കോളി.